സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. കേരള സഭാ ചരിത്രത്തിൽ എന്നല്ല, ഭാരത സഭാ ചരിത്രത്തിൽ തന്നെ ഒരു പൊൻതൂവലാണ് വിശുദ്ധ അൽഫോൻസാമ്മ. ജീവിത വിശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും ഉത്തമ മാതൃകയായ വിശുദ്ധ അൽഫോൻസാമ്മ 1910 ആഗസ്റ്റ് 19 ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കുടമാളൂർ ഇടവകയിൽ മുട്ടത്ത് പാടത്ത് ജോസഫിന്റെയും മേരിയുടെയും മകളായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരുടെ വേദനകളും സഹനങ്ങളും ഈശോയുടെ കൂടെ ഏറ്റെടുക്കുവാൻ അൽഫോൻസാമ്മ ആഗ്രഹിച്ചിരുന്നു. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരോപകാര പ്രവൃത്തികൾ തുടങ്ങി മനുഷ്യന് വേണ്ട സമർപ്പണത്തിന് ഒരു കുറവും അവർ വരുത്തിയിരുന്നില്ല. സഹസ്നേഹാഗ്നിയ സ്ഫുടം ചെയ്തെടുത്തിരുന്ന ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മയുടേത്. സഹനത്തെ രക്ഷാകരമാക്കുവാനുള്ളൊരു വിജ്ഞാനം തിരുവചനങ്ങളിൽ നിന്ന് അവൾ ആർജിച്ചിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധ അൽഫോൻസാമ്മ 1928 ആഗസ്റ്റ് 2 ശിരോവസ്ത്രം, 1930 മെയ് 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. വേദനകൾ അത് തിരസ്കരിക്കപ്പെടേണ്ടതോ ഉപേക്ഷിക്കേണ്ടതോ അല്ലെന്നും പ്രത്യത സ്വീകരിക്കപ്പെടേണ്ടതും സ്വന്തമാക്കേണ്ടതുമാണെന്ന് തന്റെ ജീവിതത്തിലൂടെ അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിച്ചു. സഹനമായിരുന്ന അൽഫോൻസാമ്മയുടെ ജീവിതം അത് തന്നെയാണ് നമ്മുടെ വിശുദ്ധിയും. മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ സഹനമുണ്ട്, സ്നേഹമുണ്ട്. സ്വന്തം മുറിവുകളിലേക്കും വേദനകളിലേക്കും നോക്കാതെ ഈശോയുടെ തിരുമുറിവുകളിലേക്കും വേദനകളിലേക്കും നോക്കുന്ന ആ വീക്ഷണത്തിൽ ക്രിസ്തീയതയുടെ അടിവേരുകൾ വരെ എത്തി നിൽക്കുന്ന ആത്മീയതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള പ്രേരക ശക്തിയാവണം വിശുദ്ധ അൽഫോൻസാമ്മ. 1946 ജൂലൈ 28 ഈ പുണ്യവതി ഈ ലോകത്തു നിന്നും യാത്രയായി. അൽഫോൻസാമ്മയുടെ പരാതികളില്ലാത്ത സ്നേഹമാണ് അവളെ ഒരു വിശുദ്ധിയാക്കിയത്. അമ്മയുടെ വേർപാട്, പേരമ്മയുടെ വളർത്ത്, കഠിന ശിക്ഷണം, വിവാഹമുറപ്പിക്കൽ, ഉമ്മിത്തീയിലെ പൊള്ളൽ, കഷ്ടതകൾ എല്ലാം അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒന്നും സഹിക്കുവാനാവാതെ, ദുഃഖങ്ങളും വേദനകളും താങ്ങുവാനാകാതെ ലഹരിയിലും ആത്മഹത്യയിലും ആശ്വാസം കണ്ടെത്തുന്നവർക്ക് മാതൃകയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. കുരിശുമരണത്തിലൂടെ പാപമോചനം നേടിയ ഈശോയെ സ്വീകരിക്കാൻ അവൾ കണ്ടെത്തിയത് സഹനത്തിന്റെ പാതയാണ്. നമ്മൾ സ്വാഭാവിക പാച്ചിലുകളിൽ ജീവിക്കേണ്ടവരല്ല, സഹനബലികളിൽ ജീവിക്കേണ്ടവരാണ്. കാരണം നമ്മുടെ രക്ഷകൻ രക്ഷ നേടിത്തന്ന വഴി അതാണ്. വാങ്ങിക്കൂട്ടി വാരി വലിച്ചുപയോഗിച്ച് വലിച്ചെറിഞ്ഞ് സുഖിക്കുന്ന ആധുനിക ഉപഭോഗ സംസ്കാരത്തിൽ മനുഷ്യമൂല്യങ്ങളിൽ കാറ്റിൽ പറത്തുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ സുവിശേഷത്തിന്റെ ആവേശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ പീഠത്തിന്മേൽ വെക്കപ്പെട്ട വിളക്കാണ് നാം ഓരോരുത്തരും. കപ്പയും മത്തിയും കഴിച്ച നമ്മെ പോലെയുള്ള സാധാരണക്കാരായ വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും വിശുദ്ധരാകാൻ